5 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ കിട്ടില്ല ലുക്ക് മേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കിയാലോ? കമോൺ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ധോനിയാസ് വെൽ ലിമിറ്റഡ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതുപോലെ കിടില വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ലുക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പിൻ്റെ ABCD ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ അറിയാം ഞാനും. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കൂടുതലായിട്ട് ഹെവി മേക്കപ്പോ അങ്ങനത്തെ പാർട്ടി മേക്കപ്പോ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷന് പോവാം. ഏത് ഫംഗ്ഷൻ ആയാലും നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഗ്ലോ ആയിട്ട് എലഗൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? പക്ഷേ മേക്കപ്പിനെ കുറിച്ച് അറിയാത്ത ചിലപ്പോൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഓവറായി തോന്നുന്നു, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ഒരു മേക്കപ്പ് ഞാൻ ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് കോംപ്ലിമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കോംപ്ലിമെൻ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ there will be something അല്ലേ? അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം. കുറേ പേര് എന്നോട് ചോദിച്ചു എന്താണ് നിൻ്റെ മുഖത്ത് ചെയ്തിട്ടുള്ളത് എന്ന് പറയോടിന്ന്. അപ്പോൾ വേറെ ഒന്ന് കൂടുതലായിട്ട് ഹെവി ആയിട്ടൊന്നും അല്ല, സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ലുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഇത് വെച്ചേക്കുന്നത് മുടി മുഖത്തേക്ക് വരാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ മുഖത്തൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകിയതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇനിയിപ്പോൾ കഴുകി കാണിച്ചിട്ട് ഇനി വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ട എന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പട്ടി കുറയ്ക്കുന്ന കേൾക്കുന്നുണ്ടോ? അത് കാര്യക്കട്ടോ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇവിടെ പട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, നിങ്ങളുടെ കയ്യിൽ ഈ സംഭവം ഇല്ലയെന്നുണ്ടെങ്കിൽ മസ്റ്റ് ബൈ ഐറ്റമാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്ന സംഭവം. കാരണം ഇപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആളായാലും ചെയ്യാത്ത ആളായാലും മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു സംഭവമാണ്. അതായത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഈ ഒരു മോയ്സ്ചറൈസർ വേണം. അത് ഏത് മോയ്സ്ചറൈസർ ആയാലും നിങ്ങളുടെ ചൂസിന് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഇതാണ് കേട്ടോ. ഇതാണ് വരുന്നത്. ഇത് കുറച്ച് ന്യൂട്രിഡേമിൻ്റെ ആണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ നല്ല, അപ്പോൾ കോസ്റ്റ്ലി ആയാലും നമുക്ക് ഏറ്റവും ബെസ്റ്റിലുണ്ട്. അപ്പോൾ ഇത്രയും എമൗണ്ടിൽ ഇത് വാങ്ങാൻ പറ്റാത്ത, കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത് വാങ്ങാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, നല്ല ലോ റേറ്റിലുള്ള. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ കൂടുതൽ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, കാരണം ഞാനിതിപ്പോൾ ചെയ്യുന്നത് മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ അല്ല, മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബെസ്റ്റായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല പ്രൊഡക്ട്സിൻ്റെ മാത്രം റിവ്യൂ പറയുന്നുള്ളൂ കേട്ടോ. ഇതിനും നിങ്ങൾക്ക് ലോ പ്രൈസിലുള്ള നല്ല മോയ്സ്ചറൈസറിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. മസ്റ്റായിട്ട് ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ്. അതിപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഒരു സംഭവം ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മുഖത്ത് എല്ലാവിധ എന്താ പറയുക, കുരുക്കളായാലും അങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ആയാലും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ വഴി നമുക്ക് സാധിക്കും. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തിട്ടും നിൻ്റെ മുഖത്ത് എന്താടി കുരുക്കളൊന്നും വരാത്തതെന്ന്. ഇനി ഞാൻ സ്കൂളല്ല കോളേജിൽ പഠിക്കുമ്പോൾ പിള്ളേർ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ കുറച്ചും കൂടി, അതായത് എന്നെ പോലെയാണോ അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ കുറച്ചും കൂടി സ്കിന്നെ കുറച്ചും കൂടി ഞാൻ എന്താ പറയുക, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വേറെ ഒന്നും നമ്മൾ ഇതാക്കിയില്ലെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടി നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ചെയ്യാത്തവരായിരുന്നെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വരുന്ന എന്താ പറയുക, പൊല്യൂഷൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും വളരെ മോശപ്പെട്ടതാണ്. അപ്പം അത് നമ്മുടെ ഫേസിലേക്ക് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡാമേജ് നമ്മുടെ ഫേസിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ നിങ്ങൾ മസ്റ്റായിട്ടും വാങ്ങിയിരിക്കണം. ഓക്കെ, ഏതായാലും ഏത് ബ്രാൻഡിൻ്റെ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ ആയാലും നിങ്ങൾക്ക് വാങ്ങാം. ഇതാണ് വൺ ഓഫ് മൈ ബെസ്റ്റ് ആൻഡ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇടാം. അപ്പോൾ ഒരുപാടൊന്നും ഇടണ്ട, ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ ഇടാം. നമ്മുടെ എൻ്റെ ഫേസ് ഇത്രയല്ല, നിങ്ങളുടെ വലിയ ഫേസ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൂ ഇടാം. ഇത്ര ഞാൻ എടുത്തിട്ട് ഇത് ജസ്റ്റ് എല്ലായിടത്തും പലരും പല രീതിയിലാണ് മോയ്സ്ചറൈസർ ഇടാറ്. ഞാനിങ്ങനെയാണ് കേട്ടോ. അതായത് ജസ്റ്റ് ഞാൻ കയ്യിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കും.
ഇട്ട് കൊടുക്കുമ്പോൾ എല്ലായിടത്തും നമ്മുടെ എല്ലായിടത്തേക്കും മോയ്സ്ചറൈസർ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഈ ചെവിയുടെ കാര്യം നിങ്ങൾ വിട്ടു പോകരുത് കേട്ടോ. നെക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ചെവി ആയാലും ഈ കണ്ണിൻ്റെ അടിവശമായാലും എല്ലായിടത്തും നിങ്ങൾ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം അബ്സോർബ് ചെയ്യും. ചില മോയ്സ്ചറൈസർ കുറച്ചും കൂടി ടൈം എടുത്താണ് അബ്സോർബ് ചെയ്യുള്ളൂ. പക്ഷേ ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മേക്കപ്പിൻ്റെ ടൈമില്ല. മീൻസ് ഇത് അബ്സോർബ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യാണ്ട് തന്നെ അതിട്ട് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ അത് ബ്ലെൻഡായി പോവുള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ മുഖത്തിപ്പോൾ എൻ്റെ നല്ല രീതിയിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഓക്കെ ഇനി അടുത്തത് വന്നിട്ട് ഇതിൽ ഞാൻ വേറെ കുറേ സ്റ്റെപ്സ് കൺസീലറോ അല്ലെങ്കിൽ ഹൈലൈറ്ററോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മീൻസ് ഒരുപാട് കാര്യം പറഞ്ഞില്ലേ, ഒരുപാട് സംഭവം നമ്മളൊരു പാർട്ടി മേക്കപ്പ് ഒന്നല്ല. പക്ഷേ ഈ ഒരു മേക്കപ്പ് നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് എലഗൻ്റായിട്ട് നിങ്ങൾക്ക് വല്ല പാർട്ടിക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആയൊരു മേക്കപ്പാണ്. നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഓവറാവുമെന്ന് ചിന്തിക്കുകയേ വേണ്ട, അതിനൊന്നും ഓവറാവില്ല. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ വന്നിട്ട് ഫേസസ് കാനഡയുടെ ആണ് കേട്ടോ. കണ്ടോ, ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷനാണ് ഇത്. അലോവേറ അതുപോലെ തന്നെ വിറ്റാമിൻ സി SPF 13 ഉള്ള ഒരു ഫൗണ്ടേഷനാണ്. പക്ഷേ ഇത് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. അപ്പം ഞാനിത് വാങ്ങിയിട്ട് ഞാനിത് റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടു, പിന്നെ പിന്നെ അത് എടുത്ത് വെച്ച് പിന്നെ സാധാരണ ഞാൻ മീൻസ് നോർമലി ഇടുന്ന ഫൗണ്ടേഷൻസൊക്കെ ഇടുന്ന അതിലേക്ക് പോയി. പിന്നെ ഒരു ദിവസം ഞാനിത് ഇട്ടപ്പോൾ എൻ്റെ സിസ്റ്റർ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ മുഖത്തിട്ടേക്കുന്നേ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി പെൺപിള്ളേരുടെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ ആ ഒരു സംഭവം നമ്മൾ സ്പെസിഫിക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് ചേച്ചി അതുപോലെ തന്നെ പല ആൾക്കാരും എന്നോട് പറഞ്ഞു മുഖം നല്ല ഭംഗിയുണ്ടല്ലോ, എന്താ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് 3-in-1. അപ്പോൾ 3-in-1 എന്ന് പറയുമ്പോൾ ഇതിൽ ഫൗണ്ടേഷൻ ഉണ്ട്, സൺസ്ക്രീം ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ ഇട്ടേക്കണ കാരണം നിങ്ങൾ വിചാരിക്കാം അപ്പോൾ ഇതിന് മോയ്സ്ചറൈസർ ഇടണ്ടല്ലോ എന്ന്. അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഇടണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ടില്ലെങ്കിൽ എനിക്ക് മേക്കപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കൊരു ഡിസ്കംഫർട്ടബിലിറ്റിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 549 രൂപ, അതായത് 550 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ പർപ്പിളിൽ എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ 200 സംതിങ് അല്ലെങ്കിൽ 300 സംതിങ്ങിലാണ് ഈ ഒരു പാക്ക് ഞാൻ വാങ്ങിയത്. അതുകൊണ്ട് അത്രയും വലിയ കോസ്റ്റ്ലി ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത്രയും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഫൗണ്ടേഷൻ്റെ ടെക്സ്ചറൊക്കെ നോക്കാം. ഇത് വരുന്നത് ഗോൾഡൻ ബീച്ചോ അങ്ങനെ എന്താ പേര്, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. 032 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഗോൾഡൻ ബീച്ച് അങ്ങനെ എന്താണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, എന്തായാലും കിഡിലനാണ്, ഒരു രക്ഷയില്ല. ഒരുപാടൊന്നും നമ്മൾ പറഞ്ഞില്ല, സിമ്പിളനെ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണ്. കണ്ടില്ലേ, ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ഇപ്പോൾ പലരും പല രീതിയിലാണ് എന്താ പറയുക അപ്ലൈ ചെയ്യാറ്. ഇപ്പം ഞാനിവിടെ പറ്റിയത് കുറച്ച് കൂടിപ്പോയില്ലേ ശരി. ഞാനിവിടെ കണ്ണിൻ്റെ ഇവിടെ ഞാൻ ഡോട്ടായിട്ട് കേട്ടോ കൊടുക്കാറ്. പക്ഷേ ഇതിപ്പോൾ അവിടെ കൊടുത്തത് ഇത്തിരി പ്രശ്നമായിപ്പോയി, ഒന്നും വിചാരിക്കരുത്. അതുപോലെ നെക്കിൽ അത് തന്നെ ഇത് ഞാൻ കൈ വെച്ചാൽ ബ്ലെൻഡ് ചെയ്യാറ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഓക്കെ, എനിക്ക് കൈ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് എന്താ പറയുക പെർഫെക്റ്റായിട്ട് തോന്നാറ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫോണിൻ്റെ ക്യാമറയിൽ നോക്കി ചെയ്യുമ്പോൾ ഇതെനിക്ക് എത്രത്തോളം ബ്ലെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കുകയാണ്. ഇതിട്ട് ഏത് ഫൗണ്ടേഷനെ പോലെ ഓവറായിട്ട് തോന്നുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് തോന്നും. കാരണം അങ്ങനെയുള്ള പിന്നെ ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ.
ഓക്കെ, കണ്ടോ? അതുപോലെ തന്നെ ചെവിടും ശ്രുതി. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തൊരു കണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു സ്പ്രേ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സംഭവം കൂടി മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇതാണ് സംഭവം. സത്യം പറഞ്ഞാൽ ഈ സംഭവം ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അതായത് ബ്ലഷാണ് കേട്ടോ, വേറെ ഒന്നുമില്ല, ബ്ലഷാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇതിട്ട് അങ്ങനെ ചെയ്യാറ്. ഇത് പക്ഷേ എൻ്റെ ചേച്ചി എനിക്ക് പ്രസൻറ്റ് ചെയ്താൽ കേട്ടോ. എനിക്ക് ഫസ്റ്റ് എന്താ പറയുക, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം. നല്ലൊരു ക്യൂട്ട് ഫീൽ ചെയ്യും. ഇവിടെ ചീക്കിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് റോസ് കളർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. ഇത് വന്നിട്ട് മോച്ചെ നൂഡ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. മോച്ചെ നൂഡ്. ഇതിൻ്റെ കമ്പനിയുടെ പേരൊക്കെ കഴിഞ്ഞു, ഇത് വന്ന് പോയി. ഇതെനിക്ക് തോന്നുന്നു അവളെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്നെല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതിൽ നോക്കി ചെയ്യണ കാരണം ശരിയാവണമോ ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതിങ്ങനെ ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തോളൂ കേട്ടോ. ഒരുപാട് ഓവറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഇടണം കേട്ടോ. ഞാൻ ഓവറാക്കി, ഞാൻ പറഞ്ഞില്ലേ, ഇത് ടോട്ടലി ഓവറല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ കണ്ണിൻ്റെ മുകളിലും ജസ്റ്റ് ഒരു ഐ ഷാഡോ അല്ല എന്നാൽ ഇത്തിരി നമുക്കൊരു പിങ്കിഷ് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ ഇതുപോലെ നോസിൻ്റെ അവിടെയും ജസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് കണ്ടില്ലേ, മുഖം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയില്ല, നല്ലൊരു കണ്ടില്ലേ, നല്ലൊരു ഓവറായിട്ടുള്ള മേക്കപ്പ് അല്ല. പക്ഷെ നമ്മളിത് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും ഈ ഒരു മേക്കപ്പ്. ആരും നമുക്ക് ആ കുട്ടി ഓവറായിട്ട് ചെയ്തല്ലോ അങ്ങനെ ഫീൽ ചെയ്യില്ല. കാരണം നല്ലൊരു നാച്ചുറൽ ലുക്കാണ് ഈ ഒരു ഫേസസ് കാനഡയുടെ ഈ ഫൗണ്ടേഷൻ നമുക്ക് തരണം. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കേട്ടോ. അടുത്തത് നമ്മുടെ ഐലൈനറാണ്. ഇതെനിക്ക് ഇതിൽ നോക്കി ചെയ്യാനായിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇത് വന്നിട്ട് എൻവൈബയുടെ ട്രൂലി മാറ്റാണ്, ലിക്വിഡ് ഐലൈനറാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം മുഖം കഴുകിയാലും അത് പോകില്ല. മീൻസ് നമ്മളിപ്പോൾ വികർത്താലും പോവില്ല, മുഖം കഴുകിയാലും പോവില്ല, നല്ലവണ്ണം ഇട്ട് വരയ്ക്കണത് എന്നാലേ പോവുള്ളൂ. കാരണം അത്രയും എന്താ പറയുക ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കിഡിലൻ ലിക്വിഡ് ഐലൈനറാണ്. മസ്റ്റ് ട്രൈ ആണ്. വേണമെന്നുണ്ടെങ്കിൽ പർപ്പിളിൽ പോയി വാങ്ങാം. ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഐലൈനർ എഴുതി കഴിഞ്ഞുകൊണ്ടില്ലേ, നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ ഐലൈനർ. നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഈ ഐലൈനർ വെച്ച്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താ പറയുക സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക്. ഇത് വന്നിട്ട് 2 ലിപ്സ്റ്റിക്ക് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്യാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു കിഡിലെ ലിപ്സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ ബ്രിസ്ക് ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് ഉണ്ട്. അത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും കിഡിലനാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇത്രയും സിമ്പിളാണ്, പക്ഷെ എന്നാലും കുറച്ചും കൂടി നമുക്ക് ഇത്രയും കൂടി അട്രാക്ഷൻ തരും. ഇവിടെ ഞാൻ സിമ്പിൾ ആയതുകൊണ്ട് ഇത് 2 വെച്ചിട്ട്, ഇത് വന്നിട്ട് ബ്രിസ്ക് പിങ്ക് എന്നാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട്. ഇത് ഗുഡ് വൈബ്സിൻ്റെ തന്നെയാണ്. ഇത് മമ എർത്തിൻ്റെ ആണ്. മമ എർത്തിൻ്റെ ഹണി ബ്ലഷ് എന്നാണ് കേട്ടോ. ഈ 2 ലിപ്സ്റ്റിക്കും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു എന്താ പറയുക ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് ഇടാൻ നല്ല എളുപ്പമായിരിക്കും ഇത്. ഓക്കെ, ഞാൻ ആദ്യം ഈ ബ്രിസ്ക് പിങ്ക് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അപ്പം നമ്മളിത് ലിപ്സ്റ്റിക്ക് ഇട്ടത് കഴിഞ്ഞിട്ട് എൻ്റെ മുകളിൽ ജസ്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ചും കൂടി കണ്ടില്ലേ,
അതായത് ഒരു ചെറിയൊരു ന്യൂഡ് പോലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഓവറായിട്ട് ഇടാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇതിടാം, അല്ലെങ്കിൽ ബ്രിസ്ക് ന്യൂഡ് എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡ് ഇടാം. ഓക്കെ, രണ്ടും ഞാൻ നല്ല കിട്ടില്ല ഷെയ്ഡ്സാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ ഫിക്സിങ് സ്പ്രേ ആണ്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. ഫിക്സ് ഇതൊന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു ഫാൻ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഫാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് വലിയ വിലയൊന്നുമില്ല, മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ വാങ്ങിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഉള്ള കാരണം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു, അത്ര തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. സിമ്പിളാണ്. ഇത് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം അത്രയും സിമ്പിളായിട്ടുള്ള കിടിലൻ മേക്കപ്പാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ മേക്കപ്പാണ്. അപ്പം നമുക്കിത് ഫുള്ള് ഞാൻ മുടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇങ്ങനത്തെ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യണമെന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൂട്ടുകാർക്ക്, ഇതുപോലെ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക്, എന്നാൽ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് നല്ല സുന്ദരികളായിട്ട് നിങ്ങൾ നടക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇങ്ങനത്തെയൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന പോലെ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യാനെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇങ്ങനെ മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലെ കുറച്ചും, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനത്തെ ചെയ്യുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെയൊക്കെ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ, എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താലാണ് ഇതുപോലത്തെ കിടക്കാച്ച് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ വേറൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് മൈ ചാനൽ തോന്നിയാസം അൺലിമിറ്റഡ്. ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.